പുതിയൊരു സഞ്ചാരത്തിനായി ഞാനിപ്പോൾ ഖത്തറിലെ ദോഹ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നിറങ്ങിയിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്നെത്തിയ വിമാനത്തിൽ നിന്നിറങ്ങി റൊമേനിയയിലെ ബുക്കാറസ്റ്റിലേക്ക് പോകുന്ന വിമാനത്തിൽ കയറാനാണ് നടത്തം. എല്ലാ ആധുനിക സൗകര്യങ്ങളോടെയും നിർമ്മിച്ചിട്ടുള്ള ഈ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട വേളയിൽ തന്നെ ഞാനിവിടെ വന്നിരുന്നു. അന്നത്തേതിൽ നിന്നും എത്രയോ മടങ്ങ് ജനത്തിരക്കാണ് ഇന്നിവിടെ കാണുന്നത്. എമിറേറ്റ്സ് കമ്പനിയുടെ മാർക്കറ്റ് ഷെയറാണ് ഈ എയർപോർട്ടും ഇവിടം ഹബ്ബാക്കി പ്രവർത്തിക്കുന്ന ഖത്തർ എയർവേസും പിടിച്ചെടുക്കുന്നതെന്ന് എനിക്ക് തോന്നി. മനോഹരമായി രൂപകൽപ്പന ചെയ്ത എയർപോർട്ട്, ഷോപ്പിങ്ങിനുള്ള അനന്തമായ സാധ്യതകൾ, കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന വിൽപ്പന വസ്തുക്കൾ. അടുത്ത കാലത്തായി ഞാൻ യാത്രകൾക്ക് തിരഞ്ഞെടുക്കുന്നത് ഖത്തർ എയർവേസിനെയാണ്. ഖത്തർ എയർവേസിന് നിരക്ക് കുറവാണ്. ടിക്കറ്റ് ലഭ്യതയ്ക്കുള്ള സാധ്യതയാവട്ടെ കൂടുതലും. ലോകത്തെ ഏറ്റവും പുതിയ വിമാനത്താവളങ്ങളിലൊന്നാണ് ദോഹ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ട്. പഴയ ദോഹ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും 5 കിലോമീറ്റർ അകലെയായി ഈ വിമാനത്താവളത്തിന്റെ നിർമ്മാണം തുടങ്ങിയത് 2005-ലാണ്. 5500 ഏക്കർ പ്രദേശത്ത് വ്യാപിച്ചു നിൽക്കുന്ന വിമാനത്താവളം 2014 ഏപ്രിലിലാണ് ഇത് പ്രവർത്തനം തുടങ്ങിയത്. ഇപ്പോൾ പ്രതിവർഷം 3 കോടി യാത്രക്കാർ ഈ വിമാനത്താവളത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. പൂർണ്ണമായി സജ്ജമാകുമ്പോൾ പ്രതിവർഷം 9 കോടി യാത്രക്കാർക്ക് ഇവിടം ഉപയോഗിക്കാനാവുമെന്നാണ് കണക്ക്. ഗൾഫ് മേഖലയിൽ വലിപ്പത്തിന്റെ കാര്യത്തിൽ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിന് തൊട്ടു പിന്നിലാണ് ദോഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സ്ഥാനം. 2,40,000-ഓളം എയർക്രാഫ്റ്റ് മൂവ്മെന്റാണ് പ്രതിവർഷം ഇവിടെ നടക്കുന്നത്. 10 ലക്ഷം ടൺ കാർഗോയും ഈ വിമാനത്താവളത്തിൽ കൈകാര്യം ചെയ്യപ്പെടുന്നു. നേരം രാവിലെ 6:30 മണിയായിരിക്കുന്നു. 7:30-ക്കാണ് എനിക്ക് ബുക്കാറസ്റ്റിലേക്ക് പോകാനുള്ള വിമാനം പുറപ്പെടുക. അരമണിക്കൂറിനകം ഗേറ്റിലെത്തണം. ഏറെ നടക്കാനുണ്ട്. ഗേറ്റിലെത്തുമ്പോൾ ഉറക്കച്ചടവോടെ കാത്തിരിക്കുന്ന ആളുകളെ കാണാം. പല പ്രായക്കാർ, പല ദേശക്കാർ, വിവിധ വിമാനങ്ങളിലേക്ക് കയറാൻ കാത്തിരിക്കുന്നവർ. അങ്ങനെയിരിക്കെ റൊമേനിയയിലെ ബുക്കാറസ്റ്റിലേക്കുള്ള വിമാനം പുറപ്പെടുകയാണെന്ന അറിയിപ്പെത്തി. പരിശോധന കഴിഞ്ഞ് ടിക്കറ്റുമായി ഞാൻ വിമാനത്തിലേക്ക് നടന്നു. ഇത്തവണത്തെ യാത്രാപഥം ഇങ്ങനെയാണ്: കൊച്ചിയിൽ നിന്നും ദോഹ, അവിടെ നിന്നും റൊമേനിയൻ തലസ്ഥാനമായ ബുക്കാറസ്റ്റ്, ബുക്കാറസ്റ്റിൽ നിന്നും ട്രെയിൻ മാർഗം ചരിത്ര നഗരമായ ബ്രാസോയിലേക്ക്, അവിടെ നിന്നും സിബിയുവിലേക്ക്, തുടർന്ന് സിഗിസോറ, അവിടെ നിന്നും വീണ്ടും ബുക്കാറസ്റ്റിൽ. അടുത്തതായി റോഡ് മാർഗം അതിർത്തി കടന്ന് ബൾഗേറിയയിലെ വെലിക്കോ ടാർണാവോ പട്ടണത്തിൽ, തുടർന്ന് അർബനാസി എന്ന ഗ്രാമം, അവിടെ നിന്നും ബുക്കാറസ്റ്റിൽ തിരികെ എത്തി നാട്ടിലേക്ക് മടങ്ങണം. ഇപ്പോൾ ബുക്കാറസ്റ്റിലെ ഒട്ടോപ്പിനി ഇന്റർനാഷണൽ എയർപോർട്ടിൽ വിമാനത്തിൽ നിന്നും അറൈവൽ ടെർമിനലിലേക്ക് നടക്കുകയാണ്. 2012-ൽ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ എയർപോർട്ടാണ്. ബാഗേജ് ക്ലെയിം ചെയ്യുന്നിടത്തേക്കാണ് നടത്തം. ഇതിനിടയിൽ വിമാനത്താവളത്തിലെ പതിവ് പരിശോധനകളെല്ലാം പൂർത്തിയാക്കണം. ഒരു സ്പേസ് സ്റ്റേഷനിലൂടെയാണ് നടക്കുന്നതെന്ന് തോന്നും. എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോഴാണ് ഒരു വലിയ അബദ്ധം പിണഞ്ഞത് അറിയുന്നത്. തണുപ്പിനെ പ്രതിരോധിക്കാൻ നല്ലൊരു ജാക്കറ്റ് ഞാൻ കൂടെ കരുതിയിരുന്നു. അത് ഫ്ലൈറ്റിലോ എയർപോർട്ടിലോ വെച്ച് മറന്നുപോയിരിക്കുന്നു. യാത്രയിൽ ഇത്തരം മറവികൾ എനിക്ക് സംഭവിക്കാറില്ലാത്തതാണ്. കൊടും തണുപ്പാണ് റൊമേനിയയിൽ. ജാക്കറ്റില്ലാതെ പുറത്തിറങ്ങാനാവില്ല. പുറത്തെ മൂടൽമഞ്ഞ് വ്യക്തമായി കാണാം. വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഉടനെ നല്ലൊരു ജാക്കറ്റ് വാങ്ങണമെന്ന് മനസ്സിലുറച്ചു. എമിഗ്രേഷൻ കസ്റ്റംസ് പരിശോധനകൾ പൂർത്തിയാക്കി എയർപോർട്ടിന്റെ അറൈവൽ ഹാളിലേക്ക് എത്തിയിരിക്കുന്നു. എനിക്ക് സിറ്റിയിലേക്ക് പോകാൻ ഒരു ടാക്സി പിടിക്കണം. ഇക്കണോമി ടാക്സിക്കായി ഈ മെഷീനിൽ നിന്നും മെസ്സേജ് നൽകാം. മെഷീനിൽ നിന്നും ഒരു സ്ലിപ്പ് ലഭിക്കും.
അതോടൊപ്പം ടാക്സിയിലേക്ക് ഒരു മെസ്സേജും പോകും. സ്ലിപ്പുമായി പുറത്തിറങ്ങി കാത്തുനിൽപ്പായി. ഞാൻ വിളിച്ചിരിക്കുന്ന കാറിന് മറ്റു ടാക്സികളേക്കാൾ പകുതി നിരക്കേയുള്ളൂ. കുറച്ചുനേരം കൊടും തണുപ്പിൽ കാത്തുനിന്നു. അപ്പോഴേക്കും ആ കാറെത്തി. ക്രിസ് ടാക്സി. ഡ്രൈവർ ഇറങ്ങി വന്ന് കാറിന്റെ ബൂട്ടിൽ എന്റെ ലഗേജ് എല്ലാം വെച്ച് ഒരു ചിരിയും സമ്മാനിച്ചു. റൊമേനിയയിൽ പരിചയപ്പെടുന്ന ആദ്യ വ്യക്തിയാണ് ഇദ്ദേഹം. ബുക്കാറസ്റ്റ് സിറ്റിയിൽ നോർത്ത് റെയിൽവേ സ്റ്റേഷനടുത്താണ് ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ. പുതിയൊരു രാജ്യത്തേക്ക് തെല്ലൊരാശങ്കയോടെ ചെന്നിറങ്ങുമ്പോൾ ഫ്രണ്ട്ലിയായ ഒരു ഡ്രൈവറെ ആദ്യം ലഭിക്കുന്നത് ഒരാശ്വാസമാണ്. ഇതാണ് എയർപോർട്ടിന്റെ മുൻഭാഗം. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മൻ വ്യോമസേനയുടെ ഒരു പ്രധാന താവളമായിരുന്നു ഇവിടം. യുദ്ധാനന്തരം 2 ദശകങ്ങളിൽ റൊമേനിയൻ വ്യോമസേനയുടെ ബേസായും ഈ വിമാനത്താവളം വർത്തിച്ചിരുന്നു. ആകെ മൂടിക്കെട്ടി നിൽക്കുന്ന കാലാവസ്ഥയാണ്. കൊടും ശൈത്യത്തിന്റെ ദിനം. മഞ്ഞിന്റെ ഒരു ആവരണം ബുക്കാറസ്റ്റിനെ പൊതിഞ്ഞു നിൽക്കുകയാണെന്ന് തോന്നും. സിറ്റി സെന്ററിൽ നിന്നും 16.5 കിലോമീറ്റർ ദൂരെയാണ് OTP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒട്ടോപെനി ഇന്റർനാഷണൽ എയർപോർട്ട്. ഞാൻ മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ടൂർ പ്ലാനുണ്ട്. അത് പ്രാവർത്തികമാകുമോ എന്നറിയില്ല. റോഡ് മാർഗവും ട്രെയിൻ മാർഗവുമെല്ലാമുള്ള യാത്രകളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതെല്ലാം സമയബന്ധിതമായി തന്നെ നടത്തണം. ജോർജ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഞാൻ ഇന്ത്യക്കാരനാണെന്നറിഞ്ഞപ്പോൾ ജോർജ് പറഞ്ഞ ആദ്യ പേര് രാജ് കപൂറിൻ്റെതാണ്. കിഴക്കൻ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും സോവിയറ്റ് കാലത്ത് ഹിന്ദി സിനിമയ്ക്ക് നല്ല പ്രചാരമുണ്ടായിരുന്നു. അങ്ങനെയാണ് ചെറുപ്പകാലത്ത് തന്നെ ജോർജിനെ പോലുള്ളവർക്ക് ഹിന്ദി നടീനടന്മാർ പരിചിതരാവുന്നത്. ജോർജിൽ നിന്നും സൗഹൃദപരമായ സ്വീകരണമാണ് ലഭിച്ചതെങ്കിലും ഞാൻ ചെറിയ ആശങ്കയിലാണ്. ഒരു ജാക്കറ്റ് ഇല്ലാതെ പട്ടണത്തിലേക്ക് ഇറങ്ങാനാവില്ല. മൂടൽമഞ്ഞിൽ പുതഞ്ഞു നിൽക്കുകയാണ് ബുക്കാറസ്റ്റ്. ഇന്നൊരു ശനിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ജാക്കറ്റ് ലഭിക്കുന്ന കടകൾ തുറന്നിരിക്കാൻ സാധ്യതയില്ലെന്നാണ് ജോർജ് പറയുന്നത്. നേരം ഉച്ചകഴിഞ്ഞ് 1:30 ആയിട്ടേ ഉള്ളൂ. രാത്രി വരെ നഗരത്തിലൂടെ നടന്ന് ഷൂട്ട് ചെയ്യാനാണ് എൻ്റെ തീരുമാനം. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് ബാഗുകളെല്ലാം മുറിയിൽ വെച്ച് ഉടനെ തന്നെ ഷൂട്ടിങ്ങിനിറങ്ങണം. ജാക്കറ്റില്ലാതെ പുറത്തിറങ്ങാനാവില്ല. ഞാനാണെങ്കിൽ വളരെ കനം കുറഞ്ഞ ഒരു ഷർട്ടാണ് ധരിച്ചിരിക്കുന്നത്. ഇവിടെയാകട്ടെ കൊടും തണുപ്പുമായാണ് ബുക്കാറസ്റ്റ് എന്നെ സ്വീകരിക്കുന്നത്. കാർ പട്ടണത്തോട് അടുക്കുകയാണ്. പാതയുടെ ഇരുവശത്തുമുള്ള കെട്ടിടങ്ങളിൽ ജാക്കറ്റ് വിൽക്കുന്ന ഒരു കട തുറന്നിരിപ്പുണ്ടോ എന്ന് നോക്കിക്കൊണ്ടാണ് ഞാനിരിക്കുന്നത്. പക്ഷേ കടകളെല്ലാം അടഞ്ഞുകിടക്കുന്നു. ശനിയും ഞായറും ഇവിടെ അവധി ദിവസങ്ങളാണ്. വലിയൊരു ഉദ്യാനത്തിലൂടെയാണ് കാർ കടന്നു പോകുന്നത്. ബുക്കാറസ്റ്റ് സിറ്റി സെന്ററിനോട് അടുക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലൊക്കെ അടുത്ത കാലത്തായി റൊമേനിയ പുരോഗതി നേടിക്കൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിലെ മറ്റേതൊരു നഗരത്തെയും പോലെ വളരാനുള്ള ശ്രമം. എങ്കിലും ദാരിദ്ര്യത്തിന്റെ ഛായ ഇവിടെയുമുണ്ട്. കെട്ടിടങ്ങളിലും മറ്റുമാണ് അത് കൂടുതലായും പ്രതിഫലിക്കുന്നത്. വലിയ പാർക്കുകളും നിരന്ന പാതകളുമായി യൂറോപ്യൻ നിലവാരത്തിന്റെ സൂചനകൾ ഇല്ലാതില്ല. യൂറോപ്യൻ സ്വഭാവവും അതിലൊരു ദാരിദ്ര്യ ഛായയുമാണ് റൊമേനിയയ്ക്ക്, പ്രത്യേകിച്ചും ബുക്കാറസ്റ്റിന് എന്ന് പറയാം. നേരെ മുന്നിൽ കാണുന്നത് ബുക്കാറസ്റ്റിലെ ട്രയംഫ് ആർച്ചാണ്. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ മൂടിപ്പൊതിഞ്ഞ് നിർത്തിയിരിക്കുന്നു. ട്രയംഫ് ആർച്ച് കടന്നു പോകുമ്പോൾ പാതയുടെ ഇരുഭാഗത്തും മരക്കൂട്ടങ്ങൾക്കിടയിൽ കാണുന്നത് മ്യൂസിയങ്ങളാണ്. ഏറെ ചരിത്രസന്ധികളിലൂടെ കടന്നുപോയ രാജ്യമാണ് റൊമേനിയ. ഏകാധിപതിയും തന്ത്രശാലിയുമായിരുന്ന ചൗഷസ്ക്യൂ എന്ന നേതാവിന്റെ പേരിലാണ് 20-ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ റൊമേനിയ പ്രശസ്തമാവുന്നത്. 1965 മുതൽ 24 വർഷം റൊമേനിയയെ ഭരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അദ്ദേഹം. ഈ കാണുന്നത് പെസന്റ് മ്യൂസിയമാണ്. റൊമേനിയയുടെ കാർഷിക ചരിത്രം വിവരിക്കുന്ന മ്യൂസിയം.
ഇല പൊഴിഞ്ഞു വീഴുന്ന മരച്ചുവടുകളിൽ നീലൻ ചാരുബെഞ്ചുകൾ. ഇവിടുത്തെ ഭാഷ പെട്ടെന്ന് വഴങ്ങില്ലെന്ന് ആ ബോർഡ് അറിയിക്കുന്നു. കുറച്ചുകൂടി ചെല്ലുമ്പോൾ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയമാണ് കാണുന്നത്. അതിനു മുന്നിൽ കുറച്ച് ആളുകളുണ്ട്. ഇപ്പോൾ പിയാത്ത വിക്ടറി എന്ന പട്ടണഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. വിക്ടറി സ്ക്വയർ. പിയാത്ത വിക്ടറിയിലേക്കുള്ള പാതയിൽ നിന്നും ഇടത്തേക്ക് തിരിയുമ്പോൾ ബുക്കാറസ്റ്റിന്റെ താരതമ്യേന പുതിയ ഭാഗത്തേക്ക് എത്തുകയായി. 1989 റൊമേനിയയിൽ നടന്ന ജനാധിപത്യ പ്രക്ഷോഭത്തിന്റെ വിജയത്തിനു ശേഷം വികസിച്ച പട്ടണഭാഗങ്ങളാണിത്. എന്നാൽ ബുക്കാറസ്റ്റിന്റെ യഥാർത്ഥ ദാരിദ്ര്യം വിളിച്ചു പറയുന്ന പഴഞ്ചൻ കെട്ടിടങ്ങളും പലയിടത്തും കാണാം. റോഡിന് നടുവിലൂടെ പഴയകാലത്തിന്റെ ഓർമ്മയുണർത്തുന്ന ട്രാം പാളങ്ങൾ നീണ്ടുപോകുന്നു. നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കിയാണ് ജോർജ് കാർ വിടുന്നത്. റെയിൽവേ സ്റ്റേഷന് തൊട്ടുചേർന്നിരിക്കുന്ന ഒരു ഹോട്ടലിലാണ് ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. നാളെ പുലർച്ചെ ബുക്കാറസ്റ്റിൽ നിന്നും ട്രെയിനിൽ ബ്രാസോ എന്നൊരു പട്ടണത്തിലേക്ക് പോകണം. മഞ്ഞുകാലമായതിനാൽ പുലർക്കാലത്ത് ടാക്സി ലഭിക്കുക പ്രയാസമാണ്. ഈ നാളുകളിൽ ഇവിടെ നേരം പുലരണമെങ്കിൽ 8 മണിയെങ്കിലും ആവണം. അതുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നെത്താവുന്ന ദൂരത്തുള്ള ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് ഇന്റർനെറ്റ് വഴി അവിടെ മുറി ബുക്ക് ചെയ്തത്. ഇതാണ് ബുക്കാറസ്റ്റ് നോർത്ത് എന്നറിയപ്പെടുന്ന പ്രമുഖമായ റെയിൽവേ സ്റ്റേഷൻ. റൊമേനിയൻ തലസ്ഥാനത്തെ ഏറ്റവും പ്രമുഖമായ റെയിൽവേ സ്റ്റേഷനാണിത്. ഈ ഭാഗമാകട്ടെ ദീർഘദൂര ട്രെയിനുകളുടെ സ്റ്റേഷനും. സ്റ്റേഷന്റെ പോർട്ടിക്കോയിൽ നിന്നാൽ കാണാവുന്ന വലതുഭാഗത്തെ ഈ കെട്ടിടമാണ് ആൻഡി ഹോട്ടൽ. ഇവിടെയാണ് ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. ജോർജ് ഹോട്ടലിന് മുന്നിൽ കാർ കൊണ്ടുചെന്ന് നിർത്തി. ല്യൂ ആണ് റൊമേനിയയിലെ കറൻസി. തന്റെ കൂലിയായ 60 ല്യൂ ജോർജ് വാങ്ങി. പിന്നെ കാറുമായി അയാൾ പോയി. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇതാണ് ആൻഡി ഹോട്ടൽ. വലിയ പൊലിമയുള്ള ഹോട്ടലൊന്നുമല്ല. 3 സ്റ്റാർ ആണെന്നാണ് വെപ്പ്. വാതിൽ തുറന്നു കയറുമ്പോൾ പുച്ഛഭാവവുമായിരിക്കുന്ന ഒരു റിസപ്ഷനിസ്റ്റ്. പാസ്പോർട്ടും മറ്റും അവളെ ഏൽപ്പിച്ചു. അവൾ ചെക്ക് ഇൻ നടപടിക്രമങ്ങളുമായിരിക്കുമ്പോൾ ഞാൻ ഹോട്ടൽ റിസപ്ഷൻ ഒന്ന് കണ്ടു. ഇതേ ഉള്ളൂ റിസപ്ഷൻ. ഒരു ഭാഗത്ത് ലിഫ്റ്റ്. അതാണ് ഇവിടുത്തെ പ്രധാന ആഡംബരം. ചെക്ക് ഇൻ പൂർത്തിയാക്കി പാസ്പോർട്ടും മുറിയുടെ കീയും വാങ്ങി ഞാൻ ലിഫ്റ്റിലേക്ക് കയറി. ലിഫ്റ്റിന്റെ ഒരു ഭാഗത്ത് ഗ്ലാസ് ആയതിനാൽ കയറി പോകുമ്പോൾ ഹോട്ടലിന്റെ പിൻഭാഗം കാണാം. 3-ാം നിലയിലിറങ്ങി. ഇവിടെയാണ് എൻ്റെ മുറി. യൂറോപ്പിലെ ഹോട്ടൽ ആയതിനാൽ മുറിക്ക് മിനിമം ക്വാളിറ്റി ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെയാണ് നടക്കുന്നത്. മുറിയിലേക്ക് കയറി. ചുവപ്പിന് പ്രാധാന്യം നൽകിയിരിക്കുന്ന മുറി. തടികൊണ്ട് പാനൽ ചെയ്തിരിക്കുന്ന തറ. ഇടുങ്ങിയ മുറിയാണെങ്കിലും വൃത്തിയുണ്ട്. നമ്മുടെ 2500 രൂപയോളമേ ഉള്ളൂ ഈ മുറിയുടെ ദിവസവാടക. യൂറോപ്യൻ നിലവാരം വെച്ച് വളരെ കുറഞ്ഞ വാടകയാണത്. ഒരു കോണിൽ നല്ലൊരു ടോയ്ലറ്റ്. നോർവേ സഞ്ചാരത്തിൽ ഓരോ ദിവസവും 15,000 മേലെയാണ് ഞാൻ മുറിവാടകയായി നൽകിയിരുന്നത്. ജാലകശീല മാറ്റുമ്പോൾ അപ്പാർട്ട്മെന്റ് നിരയും ചന്തമേതുമില്ലാത്ത കുറേ കെട്ടിടങ്ങളുമാണ് കാണുന്നത്. ഒന്ന് കുളിച്ച് ഫ്രഷായി ഞാൻ പെട്ടെന്നു തന്നെ തെരുവിലേക്കിറങ്ങി. ആളുകൾ കനത്ത ജാക്കറ്റും ഷോളും അണിഞ്ഞ് സിഗരറ്റ് പുകച്ചുകൊണ്ട് കടന്നു പോകുന്നു. ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റിനോട് സമീപത്തെവിടെയെങ്കിലും ജാക്കറ്റ് വിൽക്കുന്ന കടകളുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. റെയിൽവേ സ്റ്റേഷന്റെ അരികു ചേർന്നു നടന്നാൽ അവിടെയെങ്ങോ ഒരു ജാക്കറ്റ് കടയുള്ളതായി തോന്നുന്നു എന്നാണ് അവൾ മടിയോടെ മൊഴിഞ്ഞത്. ഇവിടെ മെയിൻ സ്ട്രീറ്റിലേക്ക് വന്നു ചേരുന്ന വഴിയിലൂടെ കനത്ത കമ്പിളിക്കുപ്പായവും തൊപ്പിയും ധരിച്ച് ആളുകൾ നടന്നു വരുന്നുണ്ട്. ഇതാണ് റിസപ്ഷനിസ്റ്റ് പറഞ്ഞ വഴി. വലതുവശത്ത് കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇടതുവശത്ത് കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിലെ അപ്പാർട്ട്മെന്റുകളും.
കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്തിന്റെ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് ഇടയ്ക്കിടെ ഇങ്ങനെ ഒറ്റബോഗിയുള്ള ട്രാമുകൾ കടന്നു പോകുന്നത് കാണാം. ഇലപ്പൊഴിയും കാലം. കമ്മ്യൂണിസ്റ്റ് നാളുകളിലെ വാഹനങ്ങളും പുതിയ കാലത്തെ കാറുകളും വഴിയോരത്ത് കാണാം. ഈ രണ്ട് കാലങ്ങളുടെ കാഴ്ചകളുള്ള നഗരമാണ് ഇന്നത്തെ ബുക്കാറസ്റ്റ്. ചൗഷസ്ക്യുവിന്റെ കാലത്ത് സോവിയറ്റ് നാടുകളിൽ നിർമ്മിച്ച കാറായിരിക്കാം ഇത്. എന്നാൽ ആധുനിക കാലത്തെ കാർ ഭദ്രമായി മൂടിപ്പൊതിഞ്ഞിട്ടിട്ടുമുണ്ട്. കമ്പിളിക്കുപ്പായമിട്ട വൃദ്ധർ കൈകോർത്തു പിടിച്ച് സാവധാനം നീങ്ങുന്നു. ആ വഴിയിലൂടെ നടന്നെത്തിയത് ഒരു പാലത്തിന് ചുവട്ടിലേക്കാണ്. പസാജുൾ ബസാറാബ് എന്ന് ഇതറിയപ്പെടുന്നു. ബസാറാബ് ഓവർപാസ് എന്ന് ഇംഗ്ലീഷ് ഭാഷാന്തരം. ഇവിടെയും തുറന്നിരിക്കുന്ന കടകളൊന്നും കാണുന്നില്ല. തണുപ്പിലൂടെ ഇനിയും എത്ര ദൂരം നടക്കണമെന്ന് അറിയില്ല. ഇപ്പോൾ തന്നെ 1.5 കിലോമീറ്ററെങ്കിലും നടന്നു കഴിഞ്ഞു. ജാക്കറ്റ് വാങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. വന്ന വഴിയിലൂടെ തിരികെ നടക്കാമെന്ന് തീരുമാനിച്ചു. വലതുവശത്ത് പാതയ്ക്കപ്പുറം അപ്പാർട്ട്മെന്റുകളുടെ നിരയാണ്. കൊടും തണുപ്പിലൂടെ ഇങ്ങനെ അധിക നേരം നടന്ന് ഷൂട്ട് ചെയ്യാനാവില്ല. വഴിയിൽ കണ്ട ഒരാൾ റെയിൽവേ സ്റ്റേഷനകത്ത് കടകൾ തുറന്നിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ സ്റ്റേഷനകത്തേക്ക് കയറിയിരിക്കുകയാണ് ഇപ്പോൾ. സ്റ്റേഷനിൽ കടകളുണ്ട്. പക്ഷേ ജാക്കറ്റും കമ്പിളിക്കുപ്പായവും ഒന്നും വിൽക്കുന്ന കടകൾ അക്കൂട്ടത്തിലില്ല. ഏതായാലും സ്റ്റേഷനിൽ വന്നതാണല്ലോ. അടുത്ത ദിവസങ്ങളിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തേക്കാമെന്ന് തീരുമാനിച്ചു. അവസാന നിമിഷം ടിക്കറ്റ് എടുക്കാമെന്ന് വെച്ചാൽ ഏതെങ്കിലും വിധത്തിലുള്ള താമസമുണ്ടായാൽ ട്രെയിൻ തന്നെ ലഭിച്ചില്ലെന്ന് വരും. ഓരോ ദിവസത്തെയും യാത്ര എവിടേക്കെല്ലാം ആയിരിക്കണമെന്ന് ഞാൻ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് വാങ്ങി. ഇങ്ങനെ ടിക്കറ്റ് എടുക്കലിന് മാത്രമായി 1 മണിക്കൂർ ചെലവഴിക്കേണ്ടി വന്നു. പോർട്ടിക്കോയിലേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ ഏതാനും ടാക്സികൾ കിടപ്പുണ്ട്. എയർപോർട്ടിൽ നിന്നെന്ന പോലെ ബുക്കിംഗ് മെഷീനിൽ രജിസ്റ്റർ ചെയ്ത് ഞാൻ മെറിഡിയൻ കമ്പനിയുടെ ഒരു ടാക്സി വരുത്തി. ഈ പച്ചയുടുപ്പുകാരനാണ് ടാക്സി ഡ്രൈവർ. മെഷീനിൽ നിന്നുള്ള മെസ്സേജ് ലഭിച്ചതനുസരിച്ച് കാറുമായി വന്നതാണ് ഇയാൾ. ഇവിടെ സാധാരണ ടാക്സികൾ റോഡരികിൽ കൈകാണിച്ചു നിർത്തി കയറിയാൽ 1 കിലോമീറ്ററിന് 2.5 മുതൽ 3.5 രൂപ വരെ ചാർജ് ചെയ്യും. എന്നാൽ ബുക്കിംഗ് മെഷീനിൽ പ്രസ് ചെയ്ത് ടാക്സി വിളിച്ചു വരുത്തുകയാണെങ്കിൽ കിലോമീറ്ററിന് 1.5 രൂപ നൽകിയാൽ മതി. നാട്ടിൽ നിന്നും യാത്ര തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഞാൻ മനസ്സിലാക്കി വെച്ച കാര്യമായിരുന്നു അത്. കോൾ മെഷീനിൽ പ്രസ് ചെയ്താൽ 3 മിനിറ്റിനകം ടാക്സി എത്തും. പക്ഷേ എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയവിടങ്ങളിലല്ലാതെ മറ്റ് അധികം ഇടങ്ങളിൽ ആ മെഷീനുകൾ കാണാറില്ല. ഇത് കമ്മ്യൂണിസ്റ്റ് കാലത്തെ ഒരു റേഡിയോ നിലയമാണ്. വലിയൊരു കെട്ടിടം. അതിപ്പോൾ പൊളിച്ച് മറ്റെന്തോ മന്ദിരമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ മന്ദിരത്തിന്റെ ബാൽക്കണിയിൽ നിന്നാണ് റൊമേനിയൻ ഏകാധിപതി ചൗഷസ്ക്യു 1989 രാജ്യത്തെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് പരേഡ് കണ്ടത്. നഗരഹൃദയത്തിലേക്കാണ് ഞാൻ ഈ ടാക്സിയിൽ പോകുന്നത്. ഓൾഡ് സിറ്റി സെന്ററിലേക്ക്. അവിടെ നിന്ന് വേണം ബുക്കാറസ്റ്റിലെ സഞ്ചാരം ഷൂട്ടിംഗ് തുടങ്ങാനെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചുറച്ചതാണ്. പക്ഷേ മൂടൽമഞ്ഞിന്റെ ആവരണത്തിനകത്താണ് നഗരം. ചൗഷസ്ക്യുവിന്റെ കാലത്ത് നഗരത്തിൽ ധാരാളം ഉദ്യാനങ്ങൾ നിർമ്മിക്കപ്പെട്ടിരുന്നു. ഇവിടെയെല്ലാം ചേരികളും ദരിദ്രഭവനങ്ങളും കച്ചവട സ്ഥാപനങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അതെല്ലാം നീക്കം ചെയ്താണ് ചൗഷസ്ക്യു ബുക്കാറസ്റ്റിനെ സൗന്ദര്യവൽക്കരിച്ചത്. കാർ നഗരഹൃദയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിലെ ഒരു രാജ്യതലസ്ഥാനമാണെങ്കിലും പാരീസിന്റെയോ സ്റ്റോക്ക്ഹോമിന്റെയോ പകിട്ട് ബുക്കാറസ്റ്റിനില്ല. എന്നാൽ പ്രൗഢമന്ദിരങ്ങൾ തീരെയില്ലെന്ന് പറയാനുമാവില്ല. വലതുവശത്ത് ഇക്കാണുന്നത് പാലസ് ഓഫ് ജസ്റ്റിസ് ആണ്. ഇവിടുത്തെ ചീഫ് അപ്പലേറ്റ് കോടതി. 1800കളിലെ ഒരു കൊട്ടാരമാണ് 20-ാം നൂറ്റാണ്ടിൽ കോടതി മന്ദിരമായി മാറിയത്. ജാക്കറ്റുകൾ ലഭിക്കുന്ന ഒരു കടയുടെ സമീപം വണ്ടി നിർത്തണമെന്ന് ഞാൻ ടാക്സിക്കാരനോട് പറഞ്ഞിരുന്നു. അയാൾ ഒരു വലിയ കെട്ടിടത്തിന് സമീപം കാർ ഒതുക്കി നിർത്തി ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. നഗരത്തിലെ ഒരു പ്രധാന ചത്തുരമാണിത്. ഉണീരി സ്ക്വയർ. സ്ക്വയറിന്റെ ഓരത്തെ നടവഴികളിൽ ജനപ്രവാഹമാണ്. എല്ലാവരും കനത്ത ജാക്കറ്റുകൾ അണിഞ്ഞ് എന്നെ കൊതിപ്പിച്ചുകൊണ്ടാണ് നടന്നു പോകുന്നത്. വിറച്ചു തുള്ളിക്കൊണ്ടാണല്ലോ എൻ്റെ പോക്ക്. എന്തു വിലയും നൽകി ഉടനെ ഒരു ജാക്കറ്റ് സ്വന്തമാക്കണം.
ഇവിടെ ബെർഷ്ക എന്നൊരു ഷോപ്പിംഗ് മാളുണ്ട്. മാളിൽ ധാരാളം ജാക്കറ്റ് കടകളുണ്ട്. 200 ല്യൂ നൽകി നല്ലൊരു ജാക്കറ്റ് വാങ്ങി. നമ്മുടെ 3500 രൂപയോളം വരുന്ന തുക. ഏതായാലും ജാക്കറ്റ് നൽകിയ ചൂടിൻ്റെ ആത്മവിശ്വാസത്തോടെ നിന്നാണ് ഇപ്പോഴത്തെ ഷൂട്ടിംഗ്. ഓൾഡ് സിറ്റി സെൻറ്ററിലേക്കാണ് ഇനി എനിക്ക് പോകേണ്ടത്. ഈ വഴി നടന്നാൽ അവിടെ എത്താം. വഴിയോരത്ത് വിൽപ്പനയ്ക്കായി നിരത്തിവെച്ചിരിക്കുന്ന പൂക്കൾ. പിറന്നാളാകട്ടെ, വിവാഹമാകട്ടെ, കാമുക സംഗമമാകട്ടെ, അപ്പോഴെല്ലാം ഒരു പൂച്ചെണ്ട് നൽകുന്നത് ഇന്നാട്ടിലെ ശീലമാണ്. അതുകൊണ്ട് തന്നെ പട്ടണത്തിൻ്റെ ഏത് ഭാഗത്തും ഒരു പൂക്കടയുണ്ടാവും. ഓൾഡ് സിറ്റി സ്ക്വയർ ലക്ഷ്യമാക്കി ഞാൻ നടത്തം തുടരുകയാണ്. ബുക്കാറസ്റ്റ് നഗരം ആദ്യം രൂപപ്പെട്ട പ്രദേശമാണത്. ഇന്നതൊരു സാംസ്കാരിക കേന്ദ്രമാണ്. ഇതാ ഓൾഡ് സിറ്റി സെൻറ്ററിലേക്കുള്ള കല്ലുപാകിയ പാത. ഇവിടെ ബുക്കാറസ്റ്റിലെ സഞ്ചാരം തുടങ്ങുകയാണ്.